അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എങ്ങനെ ഡെയിലി ലൈഫിൽ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാന്നാണ്. ഇത് എൻ്റെ മാത്രം ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഞാൻ പറയണതാണ്, അല്ലാണ്ട് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പ്രൂഫാ, എക്സ്പെരിമെൻ്റ്, സർവേ, ഒരു ബുക്കിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഞാനീ പറയണത്. ഇതെൻ്റെ മാത്രം ഒരു ഇതാണ്. ഞാൻ ഇതിന് നല്ലൊരു ഡിപ്രഷനിൽ നിന്ന് ഒക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നെന്ന് പറയേണ്ട, വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. എൻ്റെ പഴയ വീഡിയോസ് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് ക്യാമറയിൽ നോക്കി ഇത്രയും പോലും സംസാരിക്കാനുള്ളൊരു ഇതുണ്ടായില്ല എന്ന് പറയുമ്പോൾ ഊർജ്ജം എന്തായാലും പറയണ്ടേ, അതന്നെ കോൺഫിഡൻസ് ഉണ്ടായില്ല. അപ്പം എനിക്ക് പക്ഷേ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് മുതൽ എനിക്ക് ഒടുക്കത്തെ കോൺഫിഡൻസ് ആട്ടെ. കാരണം എനിക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു പണ്ട് പോലെ. ഇതേപോലത്തെ സംസാരിക്കുന്ന വീഡിയോ ഇല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടെ എന്തെങ്കിലും ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം ഭയങ്കര നല്ല രീതിക്ക് ഉണ്ടായിരുന്നു ചെറുപ്പം മുതൽ. അതുകൊണ്ടായിരിക്കും എനിക്ക് ഹെൽപ്പിങ് ഇത് ചെയ്തപ്പോൾ ഇത്ര അധികം ഹാപ്പിനെസ് കിട്ടാൻ കാരണം ഇത് ഓരോ ദിവസം ചെയ്യുമ്പോഴും എനിക്ക് ഓരോരോ രീതിയിലുള്ള മോട്ടിവേഷനോ, അല്ലെങ്കിൽ ഓരോ ദിവസം എനിക്ക് ഓരോരോ സ്കില്ല് കൂടണമായിട്ട് എനിക്ക് തോന്നണേ. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യണതിന് തൊട്ട് മുമ്പ് ചിന്തിച്ചത് ഞാൻ ഈ മുഖമൊക്കെ കാണിച്ച് വീഡിയോ ചെയ്യണതിന് തൊട്ട് മുമ്പ് ചിന്തിച്ചത്, ഇനി എന്ത് പോവാൻ, എന്ത് നഷ്ടപ്പെടാൻ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ എന്ത് ആവാൻ എന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം അത്രയും ഒരു ശോകം രീതിയിലാണ് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടിരുന്നത്. കാരണം ഞാനധികം പുറത്തേക്കും പോകാറില്ല, ഫ്രണ്ട്സിനെയും കാണാറില്ല. അതുപോലെ തന്നെ ആകപ്പാടി ഈ സൊമാറ്റോക്കൊക്കെ പോയി, അത്രേ ഉള്ളൂ. അങ്ങനെ ഇരിക്കണായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് എന്താണെന്നറിയില്ല, എൻ്റെ ആ ഒരു രീതിയെ മാറിപ്പോയി. ഞാനത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇതുപോലത്തെ ഒരു മൈക്കും മേടിച്ച്, അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റ ഒന്നും ഉപയോഗിക്കണില്ല, ഇപ്പോഴും ഉപയോഗിക്കണില്ല. ഞാൻ ഇൻസ്റ്റ ഒക്കെ ഉപയോഗിച്ചിട്ട് കുറേ കാലമായി. ഞാൻ അതിലൊട്ടും ആക്റ്റീവ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടിട്ട ഫോട്ടോയൊക്കെ ഉള്ളു, പിന്നെ അതിൽ എടുത്തിട്ടില്ല. എനിക്കൊരു ഫോട്ടോക്ക് പോസ് ചെയ്യാൻ അങ്ങനത്തെ ഇതൊന്നും എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പോഴും മാറിയിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് ഇതൊക്കെ മാറാനും കൂടിയൊക്കെ തന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങണേ. എൻ്റെ സംസാരത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ജാള്യത നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാണ്ടാവുമായിരിക്കും. ഞാനത് ആദ്യമായിട്ടായതുകൊണ്ടല്ല കേട്ടോ. ഇപ്പോൾ ഒരു 7ാമത്തെ ദിവസമാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്ത് തുടങ്ങിയത്. അതാ ഞാൻ പറയണേ, അന്ന് അങ്ങനത്തെ ഒരു റെക്കോർഡ് ബട്ടൺ നെക്കിയിലായിരുന്നെങ്കിൽ എനിക്ക് ഇന്നിപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ പറ്റൂലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ ഇൻസ്റ്റയൊക്കെ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം ചിലപ്പോൾ ഡിപ്രഷൻ തന്നെയായിരിക്കും. അതിലൊക്കെ വന്ന ഓരോരോ ഫോട്ടോസും സ്റ്റോറിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്കൊക്കെ പോയി ചാവാൻ തോന്നുന്നു എനിക്കൊക്കെ. കാരണം അതേപോലത്തെ സാധനങ്ങളൊക്കെയാണ് അതിൽ വന്നത്. അതൊക്കെ കൊണ്ടായിരിക്കും ഞാനത് എടുക്കാതെ. പിന്നെ എൻ്റെ ഒരു സ്റ്റൈലും അല്ല, മീൻസ് എൻ്റെ ഒരു ഇതല്ല അത്. എല്ലാം ഭയങ്കരമാണ്. അത്രയും ഭയങ്കരം കാണാൻ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ടാണ്. കൊണ്ടാണ് ഞാൻ ഇൻസ്റ്റയൊക്കെ ഒഴിവാക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ പറഞ്ഞ ഡിപ്രഷനും. അപ്പം ഇതുപോലെ എന്നെ പോലെ എന്തെങ്കിലും ചെയ്യണ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വേറെ ആളെ നിങ്ങളായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം ചിലപ്പോൾ അവർ നിങ്ങളെക്കാളും ഭയങ്കര പൈസ ഉള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര സ്കില്ല് കൂടിയിട്ടുള്ള ഒരാളായിരിക്കും. പക്ഷെ അവരെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്തിരിക്കലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കൂല. നമ്മളെങ്ങനെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് നമുക്ക് എങ്ങനെയാണ് സെറ്റാക്കാൻ പറ്റാന്ന് നോക്കാം. ഇതിപ്പോൾ എവിടെ നിന്നാ വന്നതെന്ന് എനിക്കറിയില്ല. ഒന്നാമത് അലമ്പായിട്ട് കിടക്കണേ, അതിൻ്റെ ഇടയ്ക്ക് ഈച്ചയും കൂടി വന്നു, എന്തൊരവസ്ഥ. അപ്പം നമ്മൾ വേറെ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ കയ്യിൽ ഉള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങളൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സമയമില്ല നല്ലത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കയ്യിൽ നല്ല ഫോൺ കിട്ടിയിട്ടാവട്ടെ, അല്ലെങ്കിൽ നല്ല മൈക്ക് കിട്ടിയിട്ടാവട്ടെ, അല്ലെങ്കിൽ നല്ല ക്യാമറ ഉള്ള ഫോൺ കിട്ടിയിട്ടാവട്ടെ, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്കത് സെറ്റ് ആവില്ല. ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പം ചെയ്യും, ഇപ്പം റെക്കോർഡ് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എപ്പോഴാന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്യുക. ഇപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് തന്നെ റെക്കോർഡ് ചെയ്യുക. കാരണം റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ റെക്കോർഡ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നുമല്ല ചെയ്തത്. ഞാൻ വെറുതെ ഈ പറഞ്ഞ പോലെ മരത്തിൻ്റെയൊക്കെ വീഡിയോയാണ് ആദ്യമൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്.
പിന്നെ പിന്നെ അതിന്റെ വ്യൂ കിട്ടും. വ്യൂ ഒക്കെ ഇങ്ങനെ കയറുമ്പോൾ നമുക്കൊരു നമുക്കൊരു അഡ്രനാലിൻ കിട്ടും. കാരണം നല്ലൊരു രസമാണത് കാണാൻ. അങ്ങനെ അത് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളിപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, എന്തായാലും ഇപ്പം തന്നെ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യണ ഒരാളാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഡിപ്രഷൻ അടിച്ചിരിക്കണമെങ്കിൽ, ഞാനൊരിക്കലും ജോലി ചെയ്തിട്ട് പണക്കാരായിട്ടുള്ള ഒരാളെ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എനിക്ക് 26 വയസ്സായിട്ടുള്ളൂ, അത്രയൊന്നും ആയിട്ടില്ല. ഞാനധികം പുറത്തേക്ക് പോവാറില്ല. എന്നാലും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ജോലി ചെയ്ത് ഉണ്ടാവും കുറച്ച് പേരൊക്കെ. പക്ഷെ അത് അവര് ബിസിനസ് ആയിരിക്കും എന്നാണ്. അവരുടെ ബിസിനസ് തന്നെ അവര് ജോലി ചെയ്യണായിരിക്കും. അല്ലാണ്ട് എങ്ങനെയാണ്? നിങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയും കൂടിയും വളരണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്കും വളർച്ച ഉണ്ടാവുക. കമ്പനി വളർന്നാൽ മാത്രമല്ല, കമ്പനിയുടെ വളർച്ചയ്ക്ക് നിങ്ങൾ അതിന് ഉള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതിന് മാത്രം പണി നിങ്ങൾ എടുക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ ചെറിയൊരു വിഹിതം കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഷെയർ മാർക്കറ്റ് അങ്ങനെ അങ്ങനത്തേലൊക്കെ എങ്കിലേക്ക് ഉറങ്ങണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജോലി ചെയ്യണ ഒരാളാണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിപ്രഷനെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണത് നിങ്ങളുടെ കയ്യിലുള്ള പൈസയാണ്. എന്താന്ന് വെച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യം ചെയ്യാം. ഇപ്പൊ മറ്റുള്ളവരെന്നൊക്കെ കടം വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ അത് നല്ല തലവേദനയാവും. അതൊരു തലവേദനയാവും. നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെയും നോക്കണ്ട. നമുക്ക് അത് ആരും മേടിച്ചാലും കുഴപ്പമില്ല, മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ടാലും കുഴപ്പമില്ല, കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആർക്കും കാണിക്കാനും ഇല്ല, കാണാനും ഇല്ല. ഇത് നമ്മൾ ചെയ്യണ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണോ എന്ന് നോക്കാം നമുക്ക്. എന്നാലാണ് അതിനുള്ളൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കണത്. അങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒരിക്കലും ഒന്നും റെഡി ആവൂല. ഇപ്പൊ എന്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇതിപ്പോ ഈ വീഡിയോ ഒക്കെ ഇനിയിപ്പോ എന്താണ് റീച്ച് ആവണേന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇന്നും നാളെ നിർത്താൻ പരിപാടിയില്ല ഈ സാധനം. ഞാനപ്പോ എനിക്ക് പറ്റണ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഞാനിത് ചെയ്യും. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഇത്ര നേരം ഈ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ നന്ദി, വളരെയധികം നന്ദി. അപ്പൊ വേറെ വീഡിയോ കുറെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ അത് കാണാം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഒട്ടുമില്ല. ഇത് ഞാൻ പറയാൻ കാരണം വേറെ വീഡിയോസ് കണ്ടപ്പോൾ അവര് പറഞ്ഞതാണെങ്കിൽ നമ്മളിങ്ങനെ ചോദിച്ചാലാണ് തരുവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു നോക്കണത്. എൻ്റെ വീഡിയോ അങ്ങനെ അവസാനം വരുമെന്ന് ആൾക്കാർ കാണാറില്ല. എന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ചെയ്യണതിൽ എനിക്ക് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതാണ് എൻ്റെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഓക്കെ, ബൈ.